ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വള്ളക്കടവിൽ 55 വർഷത്തെ പാരമ്പര്യമുള്ള ഗോൾഡൻ സ്റ്റാർ ക്ലബിൻ്റെ ഗ്രാൻഡ് ആയിട്ടുള്ള ഇഫ്താർ പരിപാടി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഗോൾഡൻ സ്റ്റാർ ക്ലബ്ബ് രൂപീകരിച്ചിട്ട് 55 വർഷത്തിൽ കൂടുതലായി. ഒരു 20-25 വർഷമായിട്ട് നമ്മുടെ എല്ലാ 28ാമത്തെ നോമ്പിനും നമ്മളിവിടെ ഇഫ്താർ സംഗമം നടത്താറുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാ സൗഹൃദവും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വഴിയെ പോകുന്നവരും അല്ലാതെ ഇതര മതസ്ഥരായ എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഗോൾഡൻ സ്റ്റാർ എന്ന ക്ലബിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു കുളിരാണ് വരുന്നത്. 10-60 വർഷം മുമ്പ് വള്ളക്കടലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു ഗോൾഡൻ സ്റ്റാർ ക്ലബ്ബ്. നമ്മുടെയൊക്കെ കുഞ്ഞു നാളിലെ നമ്മളിങ്ങനെ ഈ വലിയ ജ്യേഷ്ഠന്മാർ, കാക്കന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ കളിക്കുന്നത്, ഫുട്ബോൾ കളിക്കുന്നത് നോക്കി നിൽക്കും. ആ ക്ലബ്ബ് യഥാർത്ഥത്തിലെ കാലത്തിൻ്റെ ഒരു അതിശോക്തി എന്നോളം ഇന്ന് എയർപോർട്ടിനകത്താണ് ആ ക്ലബ്ബ് യഥാർത്ഥത്തിൽ ആ ക്ലബ്ബ് ഗ്രൗണ്ടൻസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അത് റൺവേ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ വരും തലമുറ ആ ഗോൾഡൻ സ്റ്റാർ ക്ലബിനെ ആ മെമ്മറിയിൽ സൂക്ഷിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഒരു മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് നടത്തുകയാണ്. അസ്സലാമലൈക്കും. എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ സംഗമം قال يا إبليس ما لك ألا تكون مسنون قال فاخرج منها فإني إلى يوم يبعثون قال فإنك مخرجين نبع عبادي الرحيم وأن قالوا إنا أرسلنا إلى قوم مجرمين إلا آل لوط إنا لمنجوهم أجمعين إلا امرأته قدرنا إنها لمن الغابرين جاء آل لوط المرسلون قال إنكم منكرون قالوا بل جئنا امرأة دابر هؤلاء مقطوع مصبحين هؤلاء ضيفي فلا تفرحون لعلك إنهن في سكرة فأخذتهم الصيحة مشرقين وآتيناهم آياتنا فكانوا عنها معرضين وكانوا ينحتون من الجبال ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين وإذ قال ربنا يا إبليس ما لك ألا تكون مع الساجدين قال لم أكن أسجد لبشر خلقته من رب بما أغويتني لأزينن لهم في الأرض ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അള്ളാഹു നോമ്പുകാരന് എന്ത് പ്രതിഫലമാണോ കൊടുക്കുന്നത് അത്രയും പ്രതിഫലം
സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ലഹരി ഉപയോഗം. ഓക്കെ, ഈ ഒരു ഇഫ്താർ സംഗമത്തിന് എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? ഇതൊരു നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഇതൊരു മതസൗഹാർദ്ദം പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇഫ്താർ കൂടെയാണ്. മതസൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ ഒരു ഉത്തമ ഒരു ഉദാഹരണമാണ് നമ്മൾ റമദാൻ മാസത്തിൽ നടത്തുന്ന ഇഫ്താർ വിരുന്ന്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. ചേട്ടൻ്റെ പേര് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ജയചന്ദ്രൻ. ഓക്കെ, നമ്മുടെ ഈ ഒരു വള്ളക്കടവിൽ നടത്തുന്ന ഈ ഒരു ഇഫ്താർ സംഗമത്തിന് എങ്ങനെ വിലയിരുത്തുന്നു? വളരെ വളരെ മനോഹരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. കാരണം 10-30 വർഷമായി ഇവിടെ സ്ഥാപനം നടത്തുന്ന ആളാണ് ഞാൻ. ഓക്കെ, കഴിഞ്ഞ തലമുറയിൽ ഉള്ള ആൾക്കാരുടെയും ഇപ്പം പുതുതലമുറയിലുള്ള ആൾക്കാരും ഒരുപോലെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ, വാ 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 വാ, ഒന്നും കൂടെ കൊടുത്തോ. നിർത്ത്, അടുത്ത ഓട്ടം നിർത്തി പിടിച്ചു. അടുത്ത കണ്ടുപിടി കണ്ടുപിടി. കഴിക്കല്ലേ? കഴിച്ചോ?